UDF പ്രവർത്തകരെ LDF പ്രവർത്തകർ മർദ്ദിക്കുകയും കോൺഗ്രസ് ഭവൻ എറിഞ്ഞു തകർക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് UDF ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കച്ചേരിമുക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC പ്രസിഡന്റ് ഡോക്ടർ G. പ്രതാപ് ഓർമ്മത്തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തനി ഫാസിസമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൊതുമുതലിനും സംരക്ഷണം നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രതാപ് ഓർമ്മത്തമ്പാൻ ചൂണ്ടിക്കാട്ടി. അത്യധികം ആവാസകരമായ ചില ഫ്ലക്സ് ബോർഡുകളൊക്കെ ഈ നഗരത്തിൽ ഉയർത്തി DYFIയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ അവരുടെ കഴിഞ്ഞകാല കഥകളെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഗ്രഹണത്തിന് വിഷമിത്ത് കിട്ടുമ്പോൾ ഞങ്ങളെ ഗഗനവും ഭൂമിയും ശൂന്യമാക്കുമെന്ന് പറയുന്ന ഞാഞ്ഞൂലുകൾ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നീർക്കോലിക്കുകയും ഗ്രഹണത്തിന് തലപൊക്കുമെന്ന് പറഞ്ഞു കേട്ടു. അതേപോലെ കേരളത്തിൽ എന്തോ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളെ മുഴുവൻ യുദ്ധക്കളമാക്കി മാറ്റിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ആവാസങ്ങൾ വഴി ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ രാജ്യത്തെ മുഴുവൻ പൊതുമുതലുണ്ടായിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് അരിശൻ തീരാഞ്ഞിട്ട് അവൻ മണ്ടി അടങ്ങുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അവനെല്ലാം കോൺഗ്രസ് ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് മാത്യു അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് O. രാജൻ സ്വാഗതം പറഞ്ഞു. UDF കൺവീനർ ജോൺ മത്തായി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിജിമോൻ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തൽ രാഘവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം V. ഫിലിപ്പ്, DCC ജനറൽ സെക്രട്ടറി D. ജയചന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അതേസമയം വെള്ളിയാഴ്ചത്തെ UDF LDF സംഘർഷത്തിൽ പരിക്കേറ്റ DCC അംഗം ദിനേശ് മംഗലശ്ശേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ദീപ് S. എന്നിവരെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രകടനം നടക്കുന്നതിന് സമീപം വെറുതെ നിന്ന് തന്നെ LDF പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദിനേശ് മംഗലശ്ശേരി പറഞ്ഞു. 100 പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. ഈ പറയുന്ന CPM DYFI ക്രിമിനലുകൾ, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ കമ്പിവടി, പാര, വടിവാൾ മാരക ആയുധങ്ങളുമായി ഒറ്റയ്ക്ക് നിന്ന് തന്നെ സമാധാനപരമായി എല്ലാവരെയും പിരിച്ചുവിട്ട് യാതൊരു സംഘർഷം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കി തന്നെ ഒരു ഇത് കൂടാതെ ആക്രമിക്കുകയും എൻ്റെ തലയിൽ വടിവാൾ വെച്ച് വെട്ടി എൻ്റെ 10-16 സ്റ്റിച്ചുകളുണ്ട്. അത് തടയാൻ ശ്രമിച്ചപ്പോൾ കൈ കൊണ്ട് തടഞ്ഞപ്പോൾ 2 ഒടിവുകൾ കൈക്ക് ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.